സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഹെയറിൻ്റെ സീക്രട്ട് പറഞ്ഞു തരാൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനത് കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സിറാണ്. ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ആദ്യമേ പറഞ്ഞൊക്കെ ഇത് ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്താലൊന്നും നമുക്ക് ഹെയർ ഫോളിനൊരു ഡിഫറൻസോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ഡിഫറൻസ് തിരിയുള്ളൂ. അപ്പം ആരും ഒരു ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്ത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് കാലം ഒരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. ഉണ്ടാക്കാൻ എളുപ്പമാണ്. എൻ്റെ അമ്മയാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത്. സോ ഞാൻ ഇന്ന് അതാണ് ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കറിവേപ്പില, അതേപോലെ തന്നെ അമല, നമ്മളെ നെല്ലിക്കയാണ്. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതായത് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മളിതിലാകെ ഈ രണ്ട് സാധനം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, അമലയും അതേപോലെ തന്നെ കറിവേപ്പിലയും. ഈ കറിവേപ്പില വെറും വയറ്റിൽ നമ്മൾ കഴിച്ചാൽ അത്രയും നല്ലതാണ് ഹെൽത്തിന്. ലൈക്ക് ഞാനിത് കുറേ കാലമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നമ്മളിത് നല്ല രീതിയിൽ അതിൻ്റെ വെള്ളം മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഹെയർ സിറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇങ്ങനത്തെ ബോട്ടിലാണ് എൻ്റെ ഹെയർ സിറംസ് എല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ മീഷോന്ന് മൂന്നെണ്ണം ഒരുമിച്ച് എത്രയോ വാങ്ങിച്ചതാണ്, പണ്ടേ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. നല്ല യൂസ്ഫുള്ളാണ്. ഇതൊരു ഗ്രീൻ കളർ, നല്ല കളർ കേട്ടോ, പിസ്താഷ്യോടെ കളർ. ഇത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്താലൊന്നും റിസൾട്ട് കിട്ടില്ല. കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓൾസോ നമ്മൾ കഴിക്കുന്ന ഫുഡും നല്ലതായിരിക്കണം. എപ്പോഴും ജങ്ക് ഫുഡ്സ് ഈ പറയുന്ന എന്നോടുമാണ്, പക്ഷെ ഞാൻ കെയർ ചെയ്യലുണ്ട് നല്ലോണം. പിന്നെ ഈ അമല, നെല്ലിക്ക, കറിവേപ്പിലൊക്കെ കഴിച്ചാൽ, കറിവേപ്പില ഇസ് ദ ബെസ്റ്റ് തിങ്. കറിവേപ്പില കഴിച്ചാൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് നല്ല ഡിഫറൻസ് ഉണ്ട്. ഹെയർ ഫോളും നല്ലോണം കുറയും. ഞാൻ കുറേ കാലമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ട് കറിവേപ്പില. അടിപൊളിയാണ്. സ്കിന്നിനും അത്യാവശ്യം നല്ലതാണ്, ബട്ട് മോർ ഹെയറിനാണ് നല്ലത്. അപ്പോൾ നിങ്ങളൊരു 2 weeks കണ്ടിന്യൂസ് ആയിട്ട് നല്ല കറിവേപ്പില കഴിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. ഹെയർ പൊരിയുന്നത് കുറയും. സോ ഇതെങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ബോട്ടിൽ, ഇതേപോലത്തെ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരു 3 to 4 days വരെ ഫ്രിഡ്ജിൽ നമുക്ക് കൂൾ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പെട്ടെന്നൊന്നും കേടാവില്ല. 3 to 5 days മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ടൈം ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാൽ ഹെയർ വാഷ് ചെയ്യുന്ന ടൈം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഇറ്റ്സ് പ്രെറ്റി കൂൾ. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് നമുക്കൊരു 30 to 40 minutes വരെ നമ്മൾ ഹെയർ അപ്ലൈ ചെയ്തിട്ടിരിക്കുക. അങ്ങനെ നമുക്കിപ്പോൾ ഒന്ന് ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിക്കണ്ട. അതായത് ഇത് ഹെയറിൽ ഇരുന്നാലും ഒന്നും സംഭവിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഞാനിപ്പം ഇത് 30 to 40 minutes വെച്ചിട്ട്, പിന്നെ ഞാൻ താളി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കുളിക്കുക. താളി ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ഹെയർ നല്ല വോളിയം തോന്നിക്കും. അതേപോലെ തന്നെ താളി, ഹിബിസ്കസ് ഒക്കെ അറിയാലോ, നമ്മൾ ഹെയറിന് നല്ലതാണ്, വളരാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇന്ന് കുളിക്കുന്നത്. നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ബോട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു 2-3 times യൂസ് ചെയ്യാം. മാക്സിമം നമുക്കൊരു 4 to 5 days വരെ സ്റ്റോർ ചെയ്യാവുന്നതുമാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാനും ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുളിക്കാൻ മടിയുള്ള ദിവസം ഞാൻ അങ്ങനെ കുളിക്കാറൊന്നുമില്ല. ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കലാണ്. അതായത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഇടലാണ്, കുളിക്കലൊന്നുമില്ല നിർബന്ധമായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മുടി കൊഴിച്ചൽ, ഹെയർ ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. സോ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.